ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന്റെ അതിവേഗ പരീക്ഷണ ഓട്ടം വിജയകരം. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത കൈവരിച്ചു. മറ്റു പരിശോധനകളും പൂർത്തിയാക്കി ഇക്കൊല്ലം തന്നെ സർവീസ് തുടങ്ങിയേക്കും. നമോ ഗ്രീൻ റെയിൽ എന്നാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര്. ഹരിയാനയിലെ ജിന്ദ് സോണിപത്ത് റൂട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലായിരുന്നു പരീക്ഷണം. 89 കിലോമീറ്ററാണ് ദൈർഘ്യം. ഹൈഡ്രജൻ ട്രെയിനിന്റെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാതയാണിത്. പരിസ്ഥിതി സൗഹൃദവും മലിനീകരണമില്ലാത്തതുമായ റെയിൽ ഗതാഗതത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറുകയാണ്. ഈ ഘട്ടം കൂടി വിജയിച്ചതോടെ ഹൈഡ്രജൻ ട്രെയിനിന്റെ വാണിജ്യ സർവീസിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയുമാണ്. 10 കോച്ചുകളുള്ള ട്രെയിനിൽ 2 ഡ്രൈവിംഗ് പവർ കാറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നും 1200 കിലോ വാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇതോടെ ട്രെയിനിന്റെ ആകെ കരുത്ത് 2400 കിലോ വാട്ട് വരും. വാണിജ്യ സർവീസിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയും പരീക്ഷണ ഓട്ടത്തിൽ 120 കിലോമീറ്റർ വരെ വേഗതയും കൈവരിക്കാനാകും. ഒറ്റത്തവണ ഹൈഡ്രജൻ നിറച്ചാൽ ഏകദേശം 250 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ ട്രെയിനിന് കഴിയും. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളായി പുറത്തുവരുന്നത് ജലബാഷ്പവും ചൂടും മാത്രമാണ്. അതിനാൽ ഡീസൽ ട്രെയിനുകളെ അപേക്ഷിച്ച് കാർബൺ പുറന്തള്ളൽ ഇല്ലാത്ത പരിസ്ഥിതിക്ക് ഏറെ ഗുണകരമായ സാങ്കേതിക വിദ്യയാണിത്. ട്രെയിനിന്റെ മുൻവശത്തും പിൻവശത്തുമായി 27 വീതം ഹൈഡ്രജൻ സിലിണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജിന്ദിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ സംഭരണ റീഫുവലിംഗ് കേന്ദ്രവും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്തുന്ന സെൻസറുകൾ, ഫ്ലെയിം ഡിറ്റക്ടറുകൾ, കംപ്രഷൻ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയതും. ആവശ്യമായ എല്ലാ സുരക്ഷാ അനുമതികളും ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ട്രെയിനാണിത്. ലക്നൌവിലെ റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ് രൂപകൽപ്പന നിർവഹിച്ചത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2600 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയുണ്ട് ട്രെയിനിന്. AC, ലൈറ്റ്, ഫാൻ പ്രവർത്തനവും ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചാണ് നടക്കുന്നത്. ചെലവ് നോക്കിയാൽ ഡീസൽ എഞ്ചിനേക്കാൾ 27% കൂടുതലാണ്. ഗ്രീൻ ഹൈഡ്രജന് ഇന്ത്യയിൽ കിലോയ്ക്ക് ഏകദേശം 500 രൂപയാണ് വില. ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് ശൃംഖലയുടെ ഭൂരിഭാഗവും ഇതിനകം വൈദ്യുതീകരിച്ച സാഹചര്യത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ നിലവിലെ ഇലക്ട്രിക് ട്രെയിനുകൾക്ക് പകരം വൈദ്യുത ലൈനുകൾ സ്ഥാപിക്കാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിലും പൈതൃക റൂട്ടുകളിലും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. നമോ ഗ്രീൻ റെയിൽ പദ്ധതിയുടെ ഭാഗമായ ഈ സംരംഭം തദ്ദേശീയമായി അത്യാധുനിക റെയിൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയുടെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. മലിനീകരണമില്ലാത്ത പൊതുഗതാഗത സംവിധാനത്തിലേക്കുള്ള രാജ്യത്തിന്റെ നീക്കത്തിന് ഇത് ഒരു വലിയ ഉത്തേജകമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. അതേസമയം അടുത്ത മാസം 1 മുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യാത്രകൾ സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് റെയിൽവേ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര നിയന്ത്രിക്കുക, ടിക്കറ്റ് പരിശോധന ശക്തിപ്പെടുത്തുക, റെയിൽവേ വരുമാനം ശക്തിപ്പെടുത്തുക, ടിക്കറ്റ് നിയമങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് പുതിയ നിർദ്ദേശങ്ങളുടെ ലക്ഷ്യമെന്ന് റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.